കുഞ്ഞിലെ തൊട്ട് മാവൽ ഫാനാ. അപ്പൊ എല്ലാ മൂവീസും മാറി തിരിഞ്ഞും കണ്ടിട്ടുള്ളതാ. എനിക്ക് തോന്നുന്നു അതിനൊരു കംപ്ലീഷൻ ആയെന്ന് തോന്നുന്നു. ഇനിയും ഫർദർ വേറെ മാവൽ മൂവീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. തീർച്ചയായും തീർച്ചയായും കിട്ടി. റെഫറൻസ് ഒക്കെ അടിപൊളിയാണ്. സ്പോയിലിംഗ് ഇല്ല, എല്ലാരും പോയി കാണുന്നത് മസ്റ്റ്. പടം കോമഡിയാണ്. നമുക്ക് കണ്ടിരിക്കാൻ കുറെ ഉണ്ട്. കുറെ നേരത്തെ മൂവിന്നും എല്ലാം കുറെ എന്താ പറയുന്ന റെഫറൻസ് ഒക്കെ കുറെ വരുന്നുണ്ട്. അപ്പം അടിപൊളി പടം, ഒന്നും പറയാനില്ല. സൂപ്പർ. രണ്ടുപേരും ഒരേപോലെ കിടിലും പെർഫോമൻസ് ആയിരുന്നു. ആക്ടിങ് വൈസ് ഒക്കെ നമുക്കറിയാലോ, ഇവരെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. രണ്ടുപേരും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഒരു രാശി കൂടെ കാണാൻ പറ്റും. ഇത്രയും നാള് ഞാൻ മാർവല് താഴ്ന്നു പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ പടം കലക്കി, ഒന്നും പറയാനില്ല. ഒരു രാശിയും കൂടെ കാണാൻ പറ്റും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെയ്ക്കും പുതിയൊരു ഇപ്പൊ MCUയിൽ ഇരിക്കുന്ന ഫുള്ള് എന്താ പറയാ ആക്ഷൻ, ടോപ്പ് നോച്ച് ആക്ഷൻ ആണ് MCUയിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റോറി, പിന്നെ ആക്ടിങ്, എല്ലാവരുടെ ആക്ടിങ്, കോമഡി എല്ലാം അടിപൊളി എക്സ്പീരിയൻസ്. മാർവൽ പടം കണ്ടിട്ട് ആ ഒരു ഫീല് ബുൾബറിന് ഒരു വൺ ട്രിബ്യൂട്ട് ആയിരിക്കും. ആൻഡ് ലോട്ട്സ് ഓഫ് ക്യാമിയോസ്. ഒന്നും ഞാൻ സ്പോയിൽസ് പറയുന്നില്ല. കുറെ ആൾക്ക് ശേഷം എന്താണ് സോ ഫക്കിംഗ് ഗുഡ്. അടിപൊളി പടമാണ്. ഞാൻ എന്തായാലും രണ്ടെണ്ണം കണ്ടിരിക്കും. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. ആരും സ്പോയിൽസ് പറയുന്നത് ഇഷ്ടംപോലെ ക്യാമിയോസ് ഉണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ക്യാമിയോസ് ഉണ്ട്. ഒന്നൊന്നര പടമാണ്. ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ആൻഡ് യെസ്, വന്ന എല്ലാവരും രോമാഞ്ചം കളിച്ചിട്ടുണ്ട്. ആൻഡ് ശരിക്കും ബുൾബറിന് ഒരു വൺ ട്രിബ്യൂട്ട് ആണ്. ഹ്യൂ ജാക്ക്മാൻ ആ ഷൂട്ടിൽ കണ്ടത് ഒന്നും പറയാനില്ല. വെരി ഹാപ്പി. Not well, basically. കുറെ നാള് കഴിഞ്ഞ് മാർവലിന്റെ ഒരു അടിപൊളി മൂവി കാണാൻ പറ്റിയത് നല്ല എക്സ്പീരിയൻസ് ആണ്.